സഖാവ് എം.എസ്. പ്രസാദിനെ സംബന്ധിച്ചും സഖാവ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ ഹ്രസ്വമായി ജില്ലാ സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു തിരുവോണം കൂടി മലയാളികൾ ആഘോഷിച്ച ശേഷമാണ് 41ാമത് എം.എസ്. പ്രസാദ് അനുസ്മരണത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിയിട്ടുള്ളത്. നാം ഈ കഴിഞ്ഞ തിരുവോണം ആഘോഷിച്ചതുപോലെ നാടാകെ തിരുവോണം ആഘോഷിക്കുന്ന വേളയിലാണ് 1984 സഖാവ് എം.എസ്. പ്രസാദിനെ KSUവിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം കോൺഗ്രസിൻ്റെയും INTUCയുടെയും ഗുണ്ടകൾ ചേർന്ന് കൊലപ്പെടുത്തിയത് എന്ന് നാം ഓർത്തെടുക്കുകയാണ്. മലയാളികളാകെ ദേശീയ ഉത്സവമായി ആചരിക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ദിവസമാണ് തിരുവോണം. ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര ദാരിദ്ര്യത്തിലും സുഖസമൃദ്ധമായി ജീവിക്കണം എന്ന സന്ദേശം നൽകുന്ന ഒരു മഹോത്സവമാണ് ഓണം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മഹോത്സവമാണ് ഓണം. ആ സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മഹോത്സവമായി മലയാളികളാകെ ആഘോഷിക്കുന്ന ഓണ ദിവസത്തെ കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ക്രൂരന്മാരാണ് കോൺഗ്രസിൻ്റെ കാപാലികർ എന്ന് നാം ഓർത്തെടുക്കുകയാണ്. സഖാവ് എം.എസ്. പ്രസാദിനെ അനുസ്മരിക്കുമ്പോൾ തന്നെ എം.എസ്. പ്രസാദിൻ്റെ പേരിനൊപ്പം നാം ചേർത്ത് വെക്കുന്ന മറ്റൊരു അനശ്വര രക്തസാക്ഷിയാണ് സഖാവ് C.V. ജോസ്. ഈ രണ്ട് സഖാക്കൾ ചെയ്ത തെറ്റെന്താണ്? ഈ രണ്ട് സഖാക്കൾ കൊല ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ രണ്ട് സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ആ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ, ആ വിദ്യാർത്ഥി പ്രസ്ഥാനം പങ്കുവെക്കുന്ന രാഷ്ട്രീയത്തെ, ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തുന്ന മുദ്രാവാക്യത്തെ എത്ര ഭയത്തോടെയാണ് ഭൂതകാലത്തും വർത്തമാനത്തിലും ഈ രാജ്യത്തെ അരാഷ്ട്രീയവാദികളും അരാജകവാദികളും നോക്കിക്കണ്ടത് എന്ന് ചരിത്രത്തെ ഓർത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം 1970 രൂപീകൃതമായി 55 ആണ്ട് പിന്നിട്ട് ഇന്നും ഈ കേരളത്തിലെയും രാജ്യത്തെയും എല്ലാ ക്യാമ്പസുകൾക്കകത്തും വിദ്യാർത്ഥികൾക്കിടയിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഭയത്തോടെയാണ്, നമ്മുടെ ആശയത്തെ ഭയത്തോടെയാണ് എതിരാളികൾ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. നാം ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ, നാം ഉയർത്തുന്ന രാഷ്ട്രീയ ബോധ്യത്തെ, നാം ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ഭയത്തോടെ നോക്കിക്കാണുന്ന എതിരാളികളെയാണ് കേരളത്തിലും രാജ്യത്തും ഇന്നോളമുള്ള SFIയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭയത്തിൽ നിന്നാണ് സഖാവ് എം.എസ്. പ്രസാദ് അടക്കമുള്ള ധീരരായ നമ്മുടെ സഖാക്കളെ കൊലപ്പെടുത്തണം എന്ന് എതിരാളികൾ തീരുമാനിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഓരോ സഖാവിന്റെയും ചരിത്രം നാം പരിശോധിച്ചാൽ ഒറ്റ തെറ്റാണ് അവർ ഈ ലോകത്തിനകത്ത് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ തെറ്റ് ഞാനും നിങ്ങളും പിടിക്കുന്ന, ഈ കേരളത്തിനകത്തെ ഏതാണ്ട് 16 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പിടിക്കുന്ന തൂവെള്ളക്കൊടി അവരുടെ കയ്യിൽ പിടിച്ചു എന്നതാണ്. ഈ തൂവെള്ളക്കൊടി കയ്യിൽ പിടിച്ചു എന്ന തെറ്റിനാണ്, സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം കേരളത്തിനകത്തെ ക്യാമ്പസുകൾ ഉയർത്തി എന്ന തെറ്റിനാണ് നമ്മുടെ സഖാക്കളെ എതിരാളികൾ അരുങ്കൊല ചെയ്തത് എന്ന് നാം ഓർത്തെടുക്കുകയാണ്. എന്ത് തെറ്റാണ് SFIക്കാരൻ ക്യാമ്പസുകൾക്കകത്ത് ചെയ്തത്? രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു തലമുറ വളർന്നു വരണം എന്ന് ആഗ്രഹിച്ചവരാണ് SFIക്കാർ. രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു തലമുറയ്ക്ക് മാത്രമേ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനാവൂ എന്ന കാഴ്ചപ്പാട് ക്യാമ്പസിൽ പങ്കുവച്ചവരാണ് SFIക്കാർ. രാഷ്ട്രീയം മനുഷ്യ സംബന്ധിയാണ്. മനുഷ്യനെ സംബന്ധിക്കുന്നതെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ പുരോഗതിയുടെ ആകെ ചരിത്രം മനുഷ്യന്റെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടി ചരിത്രമാണ് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ രൂപം കൊണ്ടതുകൊണ്ടാണ്, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവൻ സമരം ചെയ്തുകൊണ്ടാണ് ഇന്ന് കാണുന്ന നവലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചരിത്രം നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ചങ്ങലകളാൽ കൈകൾ ബന്ധിക്കപ്പെട്ടൊരു മനുഷ്യൻ, അടിമ സമൂഹമായി തള്ളപ്പെട്ടൊരു മനുഷ്യൻ, തൊഴിലാളി വർഗമെന്നോ മനുഷ്യവർഗമെന്നോ പരിഗണന ലഭിക്കാതെ തൊഴിലാളി വർഗമായും മനുഷ്യവർഗമായും അടിമവർഗമായും പരിവർത്തനപ്പെട്ട അവകാശബോധമുണ്ടാവാത്ത ഒരു
സമൂഹത്തിന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമരങ്ങളിൽ നിന്ന് വിമോചനം നേടിയ ഒരു കാലഘട്ടം, ചരിത്രം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു.